യെസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാ ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷനിലാണ്. നമുക്ക് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇന്ന് കണ്ടിന്യൂ ആയിട്ട് ഒരു പ്രായപരിധി പോലും അവിടെ ഇല്ല അല്ലെ. കുട്ടികൾ മുതൽ വലിയവർ വരെ ഒരുപാട് വ്യക്തികൾക്ക് ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഈ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നമുക്ക് ഒരു അസുഖം പോലും വരാതെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള രീതികളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണതും നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിലുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. അപ്പോ എന്തായാലും ഇങ്ങനെയുള്ള ഒരു നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ ഒരു മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സൈഡിലൊപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ്. താങ്ക് യു ആൾ. അപ്പോ നമ്മുടെ ഈ ഒരുപാട് തിരക്കുകൾ, ഒരുപാട് വ്യക്തികൾ ഈ ഒരു സമയം വീട്ടിലെത്തി അല്ലെ, ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഈ പ്രധാനമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഫ്രീ സെമിനാറാണ് അല്ലെ. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന അവസരം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്കത് യൂസബിൾ ആക്കുക. കുറെ പേര് ഈ ഈവനിങ് സമയം ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് എന്താണ് വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇത് കേൾക്കണോന്ന് പറഞ്ഞ് താല്പര്യം കൊണ്ടായിരിക്കും ഹെഡ്സെറ്റ് ചെവിയിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു സെറ്റിയിലോ ഇല്ല ബെഡിലേക്ക് പോയി ഇരിക്കുന്നത്. പിന്നെ നോക്കുമ്പോ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും അവർ ഉണർന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറാതെ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ ഓൺ ചെയ്തൊക്കെ വെച്ച്, ഓക്കെ താങ്ക് യു, ഇവിടെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് മനോഹരമായിട്ടിരിക്കണുണ്ട്. താങ്ക് യു മാം. സാർ ഒത്തിരി പേരുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷം. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ മൊബൈൽ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂർ പോലും ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട, അത്ര ഗ്യാപ്പേ ഉള്ളൂ. മാക്സിമം പോയാൽ ഒരു 35-40 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ പ്രോഗ്രാം വൈൻഡപ്പ് ആകും. അപ്പോ എല്ലാവരും അത് ശ്രദ്ധിക്കാൻ തയ്യാറാകുക. അപ്പോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഈ പ്രധാനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ആയുർ ന്യൂട്രിവിറ്റ എന്നുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഏത് രീതിയിൽ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെ രീതിയിൽ യൂസ് ചെയ്താൽ ആർക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ഓക്സിജനോ ഇന്റർനാഷണൽ നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിൽ തന്നെ വെൽനസ് അഡ്വൈസർ ആയിട്ടുള്ള നമ്മുടെ മുഹമ്മദ് സിദ്ദിഖ് സാറിനെ ഞാൻ ഹാർദവമായിട്ട് വെൽക്കം ചെയ്യാണ്. സിദ്ദിഖ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ഡെരി, താങ്ക് യു വെരി മച്ച്. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ ഇന്നത്തെ ഡി ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലുള്ള സപ്ലിമെന്റ്സും അതോടൊപ്പം തന്നെ ഓക്സി വെൽനസ് പ്രോഡക്ട്സുകളും അതിൻ്റെ ഒരു നോളജാണ് നമ്മൾ ഇന്നലെ മുതൽ അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ടുള്ള വേർഷനിലേക്കാണ്. കാരണം ഇത്രയും ദിവസം നമ്മൾ ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ചെയ്തിരുന്നതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഓരോ പ്രോഡക്റ്റുകളും അതിൻ്റെ ഉപയോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ അതിൻ്റെ ഒരു സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നോ യുവർ പ്രോഡക്ട്സ്, നമ്മുടെ പ്രോഡക്ട്സുകളെ കുറിച്ച് അറിയുക. സോ ഇന്ന് ആയുർ ന്യൂട്രിവിറ്റയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡി എന്ന് പറയുന്നത്, ശരീരം എന്ന് പറയുന്നത് ന്യൂട്രീഷ്യൻസ് കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. പോഷകങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം രൂപീകൃതമായിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു ശരീരം അതല്ലെങ്കിൽ ഒരു വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടെ മുതലേ നമുക്ക് ന്യൂട്രീഷ്യൻസിന്റെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായും ക്യാരിയിങ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ന്യൂട്രീഷ്യൻസും അതുപോലെ തന്നെ പോഷകങ്ങളും ഒക്കെ കിട്ടുന്നത് അമ്മയുടെ ഭക്ഷണത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല.
പിന്നീടും കുറച്ചു കാലത്തേക്ക് അമ്മ തന്നെയാണ് നമ്മളെ ഫീഡ് ചെയ്യുന്നത്. അമ്മയുടെ പാല് കുടിക്കുന്നതിനനുസരിച്ച് മാതാവ് കഴിച്ച ഭക്ഷണത്തിന്റെ പോഷകത്തിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്, അതിന്റെ ഗ്രോത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല ആഹാരം അമ്മ കഴിക്കുന്നതിനനുസരിച്ച് കുട്ടിയുടെ ആരോഗ്യത്തിൽ മാറ്റം വരും എന്ന് പറഞ്ഞതുപോലെ, കുട്ടിയായതിനു ശേഷം പിന്നീട് അവരുടെ വളർച്ചയിൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളും പോഷകങ്ങളും അടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്കുണ്ടാകുന്ന ഗ്രോത്ത്. അത് നമ്മളുടെ മാനസികമായ നിലയെ വരെ അത് സ്വാധീനിക്കും. ശാരീരികമായി മാത്രമല്ല, ഫിസിക്കൽ മാത്രമല്ല. ഇപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായി പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, കൃത്യമായ അളവിൽ കിട്ടേണ്ട പ്രോട്ടീൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് മുട്ടയുടെ വെള്ള, അതുപോലെ തന്നെ അത്യാവശ്യം മാംസാഹാരങ്ങൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യമായ പ്രോട്ടീൻസ് കിട്ടും. അപ്പൊ ഈ പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായി ടിഷ്യൂസ് ഒക്കെ റിപ്പയർ ചെയ്ത് അതിന്റെ പ്രോസസ് ഒക്കെ നടക്കുന്നത്. എന്നതുപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് വേണം, മിനറൽസ് വേണം, വിറ്റാമിൻസ് വേണം, അതുപോലെ തന്നെ ഫാറ്റ്സ് വേണം. ഇപ്പൊ നല്ല ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്രെയിൻ ഫങ്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഹാർട്ടിന്റെ ഫങ്ഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളുടെ പോഷകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മളുടെ മാനസികമായ അവസ്ഥയെ, ഇപ്പോൾ പലരും രാവിലെയൊക്കെ വളരെ തിരക്കുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകാൻ സമയത്തും, അതല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ തന്നെ പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്ക് പിടിച്ചിറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോകാറുണ്ട്. അതല്ലെങ്കിൽ പിന്നീട് കഴിക്കാമെന്നുള്ള രൂപത്തിലേക്കൊക്കെ പോകാറുണ്ട്. നമുക്കറിയാം, ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. സോ ഈ ഒരു രാവിലത്തെ പ്രാതൽ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളുടെ ബ്രെയിൻ ഫങ്ഷന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു നേരം കൂടിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ അപ്പൊ അവിടെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ രാവിലെ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകാനുള്ള തിരക്കിലൊക്കെ പലപ്പോഴും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടൊക്കെയാണ് പല ആളുകളും ചെയ്യുന്നത്. ഉച്ചക്ക് കഴിക്കാം, അതല്ലെ പലരും എന്താണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ച് ആക്കിയിട്ടാണ് കഴിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ലേറ്റ് നൈറ്റ് ഒരുപാട് ജങ്ക് ഫുഡുകളൊക്കെ കഴിച്ചു, കാർബോഹൈഡ്രേറ്റ് മീൻസ് ഡ്രിങ്ക്സുകളൊക്കെ ധാരാളം ഉപയോഗിച്ചതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാസ്റ്റ് ഫുഡുകളൊക്കെ ലേറ്റ് നൈറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും രാവിലത്തെ ഭക്ഷണം കഴിക്കാം. കാരണം ഈ രാത്രി ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് റിപ്പയർ ചെയ്യേണ്ട സമയമാണ്. അവർക്ക് ഒരു ദിവസം പ്രവർത്തിച്ചതിൻ്റെ, പകൽ ദിവസം മുഴുവൻ പ്രവർത്തിച്ചതിൻ്റെ കേടുപാടുകൾ രാത്രിയാണ് ശരീരം പലപ്പോഴും എന്ത് ചെയ്യാം, അതിന് വിശ്രമം കിട്ടുന്ന സമയത്താണ് അതിന്റെ കേടുപാടുകൾ. കാരണം രാവിലെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളിലേക്കുള്ള ഊർജവും മറ്റു കാര്യങ്ങളൊക്കെ ശരീരം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരീരത്തിന് റിപ്പയർ ചെയ്യുന്ന സമയം രാത്രിയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു 12 മണി കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും 2 മണി വരെയൊക്കെ പല റെസ്റ്റോറൻറ്റുകളും ഓപ്പൺ ആണ്, ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ. അപ്പൊ ഇത്തരം ഫുഡ് സംവിധാനങ്ങളിലേക്ക് നമ്മൾ മാറിയപ്പോൾ എന്ത് സംഭവിച്ചു, രാത്രി നടക്കുന്ന റിപ്പയറുകൾ നടക്കുന്നില്ല. കാരണം അവിടെ ശരീരത്തിന് വലിയ ജോലി ഭാരമാണ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ഭക്ഷണം ഡിന്നർ എന്ന് പറയുന്നത് ഒരു 8 മണിക്ക് മുമ്പെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. അതും ഒരുപാട് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ആ സമയത്ത് കഴിക്കാതിരിക്കുക. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മളുടെ സപ്ലിമെന്റ് ന്യൂട്രിൻ വിറ്റ നമുക്ക് ഏതളവിൽ ശരീരത്തിലേക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ വേണം, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ എന്തൊക്കെയോ രാവിലെ കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, ഈവനിങ് രാത്രി കഴിക്കുന്നു. ഇതിൽ ഏത് സമയം എങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കണം എന്നുള്ള അളവുകളോ അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അറിവുകളോ ഒന്നും നമുക്കില്ല. നമ്മളങ്ങനെ കഴിക്കുന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല ഭക്ഷണം കിട്ടുമായിരുന്നു, അതല്ലെങ്കിൽ ഒറിജിനൽ ഫുഡുകൾ കിട്ടുമായിരുന്നു, അതല്ലെങ്കിൽ ഒറിജിനൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടുമായിരുന്നു. ഇന്ന് ഒറിജിനൽ എന്നുദ്ദേശിച്ചത് കീടനാശിനികളൊന്നും അടിക്കാതെ, പെസ്റ്റിസൈഡ്സും കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ. ഇന്ന് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ ഒരു പാക്കറ്റ് ഫുഡും വരില്ല. കാരണം ഈ പാക്കറ്റ് ഫുഡിന്റെ ഷെൽ ലൈഫ് തന്നെ അതിലടിച്ചിരിക്കുന്ന പ്രിസർവേറ്റീവ്സിന് അനുസരിച്ചിട്ടാണ്. അതല്ലെങ്കിൽ അഡിക്റ്റീവ്സ് ഇല്ലാത്ത, കളറിങ്സ് ഇല്ലാത്ത, ഇന്ന് നമുക്ക് അത്തരം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ
ഒന്ന് നമ്മുടെ ഭക്ഷണത്തിൽ വന്ന മാറ്റം, തെറ്റായ ഭക്ഷണ രീതിയും അതോടൊപ്പം തന്നെ കിട്ടുന്ന ഭക്ഷണത്തിൽ എന്തില്ല, പോഷകങ്ങളുടെ അളവ് കുറവും, അതല്ലെങ്കിൽ പോഷകങ്ങൾ തീരെയില്ല. ഒരാൾക്ക് ഇപ്പം മാർക്കറ്റിൽ നിന്ന് ഒരാൾ മഞ്ഞൾപ്പൊടി വാങ്ങുകയാണ്. പക്ഷേ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലൊരു പൊടി നമുക്ക് കിട്ടിയത് കൊണ്ട് കാര്യമില്ല. അതിൽ കൃത്യമായി മഞ്ഞൾ ഉണ്ടാവണം. അപ്പോൾ പലപ്പോഴും എന്താണ്, ഈ മഞ്ഞളിന്റെ അകത്തു നിന്നുള്ള എക്സ്ട്രാക്ഷൻസ് മുഴുവൻ എടുത്തതിന് ശേഷം അതിന്റെ ചണ്ടി ചിലപ്പോൾ കുറച്ച് കളറും കൂടി ചേർത്ത് പൊടിച്ചു വരുന്നതായിരിക്കും നമ്മൾ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞിട്ട്. അതിനെ മഞ്ഞപ്പൊടി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, മഞ്ഞൾപ്പൊടി എന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്ന് പറഞ്ഞ രീതിയിലാണ് അത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നു എന്ന് വിചാരിച്ചത് കൊണ്ട് അത്യാവശ്യം വയറ് നിറയുമെന്നല്ലാതെ ശരീരത്തിന് ആവശ്യമായ റിപ്പയറുകളോ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളോ ശരീരത്തിന് ആവശ്യമായ മിനറൽസ്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ കുറവാണ് ഇന്ന് കാണുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബോഡിയിലേക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് അതിനൊരു വലിയ പരിഹാരമാണ് നമ്മുടെ ആയുർ ന്യൂട്രിൻ വിറ്റ. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബാക്കി ഞാൻ അതിന്റെ സ്ലൈഡുകളിലൂടെ സംസാരിക്കാം. നമ്മളെ പ്രോഡക്റ്റുകൾ ഇന്ന് നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ 17ഓളം ഉൽപ്പന്നങ്ങൾ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതല്ലാതെയും വെൽനസ് ഉൽപ്പന്നങ്ങൾ, ഫുഡ് സപ്ലിമെന്റ് ഫോമിൽ ധാരാളം പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട, ഉപയോഗിച്ചിരിക്കേണ്ട, നമുക്ക് ഓരോ ദിവസവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ആയുർ ന്യൂട്രിൻ വിറ്റ എന്ന് പറയുന്നത്. ഈ ആയുർ ന്യൂട്രിൻ വിറ്റ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ, ദ കംപ്ലീറ്റ് റൈറ്റ് ചോയ്സ് ഓഫ് കംപ്ലീറ്റ് ഹെൽത്തി ഫാമിലി. അതായത് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ബ്രാൻഡിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ ഫുഡ് സപ്ലിമെന്റ് ആണ് ആയുർ ന്യൂട്രിൻ വിറ്റ. ഇത് 100% നാച്ചുറൽ ആണ്. ഇതിലേക്ക് ഒരു തരത്തിലുള്ള കെമിക്കലുകളും ആഡ് ചെയ്തിട്ടില്ല. 0% ആണ് കെമിക്കൽ ഫോം. ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകളൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടുന്നതിലെല്ലാം കളറിങ്സും അഡിക്റ്റീവ്സും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഭക്ഷണത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പോരായ്മ. പ്രത്യേകിച്ച് അതിന് വേണ്ട ന്യൂട്രീഷ്യൻസ് ഇല്ല. അപ്പൊ ഇവിടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുഡ് ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസ്. അതായത് ഏറ്റവും ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ എന്ന് നമുക്ക് കേട്ടുപരിചയമുണ്ട്. നമ്മൾ പൊതുവെ ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്നതാണ്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് കിട്ടേണ്ട പല വിറ്റാമിനുകളുടെയും മിനറൽസിന്റെയും ഒക്കെ കുറവുകൾ കൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ അവര് സിന്തറ്റിക് ആയിട്ട് കെമിക്കൽ ഫോമിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ പ്രൊഡക്ഷൻ ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. എന്നാൽ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ അത് ഭക്ഷണം തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ ആദ്യം ആമുഖമായിട്ട് സൂചിപ്പിച്ചു, നമ്മൾ ജനിച്ചപ്പോ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടിരിക്കുന്നത്, ആ സമയത്ത് അമ്മ കുറെ മരുന്നല്ല കഴിക്കുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും മരുന്നുകൾ ഒഴിവാക്കപ്പെട്ട് വിറ്റാമിൻസും ഇനിയിപ്പോ കെമിക്കൽ ഫോമിലാണെങ്കിൽ പോലും കൂടുതലായിട്ട് നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്നത് എന്താണ്, വിറ്റാമിൻസ് ഒക്കെ തന്നെയാണ്. സോ അപ്പൊ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ, അപ്പൊ ഭക്ഷണമാണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ, അത് തന്നെയാണ് നമ്മളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, അത്തരം ഏറ്റവും നല്ല ഫുഡ് ഫോമിനെയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫുഡ് ഈസ് ഈക്വൽ ടു മെഡിസിൻ. ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റ് അടക്കം പറയുന്നത്. ഫുഡ് ഈസ് ഈക്വൽ ടു മെഡിസിൻ. അപ്പൊ നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ മരുന്നായിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ ശരീരം തന്നെയാണ് ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറയുന്നത്. കാരണം അവർക്കറിയാം, ശരീരത്തിനറിയാം എവിടെയൊക്കെ എന്തൊക്കെ കുറവുകളുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഒക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ശരീരത്തിന് കിട്ടിക്കഴിഞ്ഞാൽ, ശരീരം തന്നെ എന്ത് ചെയ്യും, ഇതെല്ലാം റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ശരീരത്തിന്.
സോക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡോക്ടർ സജീവ് കുമാറാണ്. അദ്ദേഹം എത്നോ മെഡിസിനിൽ സയന്റിസ്റ്റ് ആണ്, PhD ഹോൾഡർ ആണ്. ദെൻ ഈ ഒരു സെഗ്മെന്റ്, ഈ ഒരു കോൺസെപ്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഓക്സിജൻ ഇന്റർനാഷണൽ പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഓർഗനൈസേഷനാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഓക്സിജൻ ഇന്റർനാഷണൽ പീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെൽനസ് ടു ഓൾ എന്ന് പറയുന്ന, എല്ലാവർക്കും ഒരു സൗഖ്യം എന്ന് പറയുന്ന ഈ ഒരു ആശയം ഇതിനെ ലോകം മുഴുവൻ എത്തിക്കാനുള്ള അതിന്റെ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് ഓക്സിജൻ ഇന്റർനാഷണൽ പീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരാണ് ആസ്ഥാനം. ഇന്ന് ഇന്ത്യ മുഴുവനും അതല്ലെങ്കിൽ ലോകം മുഴുവനും ഓക്സിജൻ ഇന്റർനാഷണൽ പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റുകൾ വിദേശ രാജ്യങ്ങളിലടക്കം നമുക്ക് ഇവിടുന്ന് പോകുന്നു. അപ്പൊ അതിന് വേണ്ട പല തരത്തിലുള്ള ലൈസൻസുകൾ വേണം. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ പോലും നോർമൽ ലെവലിലുള്ള ഒരു ലൈസൻസ് വേണം. അത് തന്നെ ഫുഡ് സപ്ലിമെന്റ് ഫോമുകളിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലൈസൻസുകൾ വേണം. സെൻട്രൽ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന പല തരത്തിലുള്ള ലൈസൻസുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നാച്ചുറൽ ആയിരിക്കണം. അതുപോലെ തന്നെ FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അലൗ ചെയ്യുന്ന ഇൻഗ്രീഡിയന്റുകളായിരിക്കണം അതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ മീൻസ് ഓരോ ഇൻഗ്രീഡിയന്റുകൾക്കും അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു കമ്പനിക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതിൽ ISO 22000 2018 സർട്ടിഫിക്കേഷൻ, GMP ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഇതിനകത്ത് കാണാം. പക്ഷെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദെൻ അതിന്റെ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസിന്റെ QR സ്കാൻ ചെയ്താൽ ഡയറക്റ്റ് FSSAI.gov.in ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലേക്ക് തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് പോകും. അവിടെ നമുക്ക് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഡീറ്റെയിൽസ് ഗവൺമെന്റ് വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. 17 ഉൽപ്പന്നങ്ങളുടെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ആയുർ ന്യൂട്രിംവിറ്റ അടക്കം അതിന്റെ ഡീറ്റെയിൽസ് അതിൽ അവൈലബിൾ ആണ്. അപ്പൊ ആയുർ ന്യൂട്രിംവിറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷണൽ ഡയറ്റ് സപ്ലിമെന്റ് എന്ന് പറയാം. നമ്മളുടെ പോഷകാഹാരക്കുറവിനെ പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്ത്, ഇപ്പൊ ന്യൂട്രീഷ്യൻസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ എനർജി പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത്, ഫിസിക്കലി നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ശരീരത്തിന് ആവശ്യമായ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇപ്പൊ നമ്മൾ ധാരാളം ആളുകൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡൈജഷന്റെ പ്രോബ്ലം വരും. അവർക്ക് ഭക്ഷണം കുറച്ച് കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ വാർദ്ധക്യ സഹജമായി പിന്നീട് അവർ പതുക്കെ പതുക്കെ ബെഡ് റിഡൺ ആയി പോകുന്നത് കാണാം. എന്നാൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടേണ്ട പോഷകങ്ങൾ കൃത്യമായി കിട്ടാതെ അവർക്ക് ബോഡിക്ക് ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അതിന് ആവശ്യമുള്ള എനർജിയൊക്കെ ശരീരത്തിൽ സേവ് ചെയ്ത് വെച്ചതൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് ശരീരത്തിന് ആവശ്യമുള്ള എനർജി ഇല്ല. സ്വാഭാവികമായും അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് ഇരിക്കുന്ന ആളുകൾക്ക് നല്ലൊരു സൊല്യൂഷനാണ്, നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ആണ് ആയുർ ന്യൂട്രിംവിറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ അത്തരം ആളുകൾക്ക് കൊടുത്താൽ ഒരു പരിധി വരെയും അവർക്ക്, ഇപ്പോൾ വീട്ടിലൊക്കെ അത്തരം അവസ്ഥയിലിരിക്കുന്ന കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ന്യൂട്രീഷ്യൻസിന്റെ കുറവ് കൊണ്ടാണ് അവർക്ക് ആരോഗ്യക്കുറവുള്ളതെങ്കിൽ, എനർജി കുറവുള്ളതെങ്കിൽ, അവർക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയുന്നില്ല എങ്കിൽ സ്വാഭാവികമായും നല്ല ന്യൂട്രീഷ്യൻസ് ചെന്നാൽ അവർ എഴുന്നേറ്റ് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ നമ്മൾ 119 വയസ്സും 120 വയസ്സ് വരെയൊക്കെ ആളുകൾ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഈ അടുത്ത കാലം വരെയൊക്കെ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ 10ഉം 20ഉം വർഷം ബെഡിൽ കിടന്ന് അങ്ങനെ അവസാനം ഇവിടുന്ന് പോകുന്ന രൂപത്തിലല്ല. തലേ ദിവസം വരെയൊക്കെ അവരുടെ ജോലികളൊക്കെ ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആളുകൾ ജീവിച്ചു പോയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ
അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്നൊരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു പോയത്. അവിടെയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ആണ് ആയുർ ന്യൂട്രിയം വിറ്റ എന്ന് പറയുന്നത്. ഇത് ന്യൂട്രീഷൻ എന്ത് ചെയ്യും, നമുക്ക് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ന്യൂട്രീഷ്യൻസ് നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന് കൃത്യമായി റിപ്പയറും അതുപോലെ തന്നെ മെയിൻ്റനൻസും നടത്താനായിട്ട് സാധിക്കും. അതുകൂടാതെ നല്ല ന്യൂട്രീഷൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വെയിറ്റ് മാനേജ്മെന്റ്, ഇത് കൃത്യമായി നമ്മളുടെ വെയിറ്റിനെ മാനേജ് ചെയ്ത് നിർത്താൻ, നമ്മൾ ഓവറായിട്ട് തടി വെക്കാതെയും ഓവറായിട്ട് ലീനായി പോകാതെയൊക്കെ ഇരിക്കാനായിട്ട് സഹായിക്കും. വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നല്ല ന്യൂട്രീഷൻസ് സഹായിക്കും. അതുപോലെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യാൻ എപ്പോഴും ന്യൂട്രീഷൻസ് ആവശ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഇമോഷൻ പോലും നമ്മുടെ സ്ട്രെസ്, ഇതെല്ലാം എന്താണ്, നമ്മളുടെ പോഷകത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതല്ലെങ്കിൽ നല്ല ന്യൂട്രീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇതിന്റെ അളവ് കുറയുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, നല്ല ന്യൂട്രീഷൻസ് ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെതായ ശാന്തതയും അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഒരു ബാലൻസ്ഡ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവർക്ക് അത് ഉണ്ടാവും. അവർ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, അത്തരം കാര്യങ്ങൾ എപ്പോഴും മെന്റലി അവർ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് ദേഷ്യം വരിക, അതല്ലെങ്കിൽ ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാകുക, പെട്ടെന്ന് ആളുകളുമായി കയർക്കുക, ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നല്ല ന്യൂട്രീഷൻ കഴിച്ചാൽ മതി. അത് കഴിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും പതുക്കെ പതുക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതൊക്കെ ബാലൻസ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. നമുക്ക് രോഗങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇമോഷൻസിനെ വരെ ബാധിക്കുന്നതാണ് നല്ല പോഷകം എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം പോഷകം നമ്മുടെ ലൈഫിൽ ആവശ്യമാണ് എന്നുള്ളത് ഏറെക്കുറെ അതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരാൾക്ക് നല്ല അടുത്ത ജനറേഷൻ വേണം, അദ്ദേഹത്തിന് പോഷകം വളരെ അത്യാവശ്യമാണ്. നല്ല പോഷകത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിന് നല്ല എന്താണ് പ്രത്യുൽപാദനം നടക്കണമെന്നുണ്ടെങ്കിൽ പോലും അവിടെ കൃത്യമായ നല്ല ന്യൂട്രീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കുട്ടിയെ വരെ അത് എഫക്റ്റ് ചെയ്യും, അതിന്റെ ആരോഗ്യത്തിനെ എഫക്റ്റ് ചെയ്യും, അതിന്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും ഈ ന്യൂട്രീഷ്യൻസ് വളരെ എസെൻഷ്യൽ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതുണ്ടോ, അതിന്റെ കുറവുണ്ടോ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ അങ്ങനെ എന്തൊക്കെയോ കഴിക്കുന്നു. ഇപ്പോ കേരളത്തിന്റെ ദേശീയ ഭക്ഷണം എന്ന് പറഞ്ഞതുപോലെ പൊറോട്ട അല്ലെ, ഗോതമ്പിന്റെ ഏറ്റവും ഇപ്പൊ ഒരു കുറച്ച് ഗോതമ്പ് എടുത്ത് നമ്മൾ വായിൽ ചൂ ചെയ്താൽ, ചവച്ചുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് അതൊരു റബ്ബർ പോലത്തെ സംഭവം. അതിന്റെ ഏറ്റവും ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന മൈദ എന്ന് പറയുന്നത്. ഇത് പണ്ട് കാലത്തൊക്കെ ഒരു 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 കുറച്ച് സമയം മുമ്പൊക്കെ വരെയും നമ്മൾ എന്താണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും വാൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ അല്ലെ, പോസ്റ്ററൊക്കെ ഒട്ടിക്കാനായിട്ട് മീൻസ് ഈ മൈദയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മനുഷ്യന്റെ ഭക്ഷണം. അപ്പൊ നമ്മളാണ് ശീലങ്ങളൊക്കെ മാറിപ്പോയി നമ്മൾ ന്യൂട്രീഷൻസിന്റെ അളവൊക്കെ നമുക്ക് കുറഞ്ഞു, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വയറ് കുറെ നടക്കുക എന്ന ടെൻഡൻസിയിലേക്ക് അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞു. അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ല പരിഹാരമാണ് ആയുർ ന്യൂട്രിയം വിറ്റ. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പ്രായമായ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമില്ല, അവർക്ക് കൃത്യമായ പോഷകങ്ങൾ കിട്ടുന്നില്ല, അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ആയുർ ന്യൂട്രിയം വിറ്റ. നിങ്ങൾ ധൈര്യമായിട്ട് അവർക്ക് കൊടുക്കാം, അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾ, ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായിട്ട് ചില ആളുകൾക്ക് പാർക്കിൻസൺസ്, അതുപോലെ തന്നെ അൽഷിമേഴ്സ്, മറവി രോഗം, ഇങ്ങനെയൊക്കെ വരുന്ന ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആയുർ ന്യൂട്രിയം വിറ്റ നല്ലൊരു സൊല്യൂഷനാണ്, നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അപ്പൊ അത്തരം ആളുകൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ, പ്രത്യേക പ്രായം കഴിയുമ്പോൾ എല്ലിന് ബലക്കുറവ് വരുന്ന ആളുകൾ, അതല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലുള്ള ജോയിന്റ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സപ്ലിമെന്റ് ആണ്. അതുകൂടാതെ ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, എസ്പെഷ്യലി ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഡയബറ്റിക് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾക്ക് ബെസ്റ്റ് ഫുഡാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും, നമുക്കിന്ന് ഈ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് നല്ല ഫാറ്റ് വളരെ അത്യാവശ്യമാണ്. നല്ല ഫാറ്റ് എന്ന് പറഞ്ഞാൽ
omega-3 പോലുള്ള ഫാറ്റി ആസിഡ് നമ്മളുടെ ഭക്ഷണത്തിൽ വേണം. അപ്പൊ സാധാരണ ഈ omega-3 അല്ലെങ്കിൽ omega-6 ഒക്കെ എന്ന് പറയുന്ന ഫാറ്റി ആസിഡ്, omega-6 ഒക്കെ ധാരാളമായിട്ട് നമ്മളുടെ മറ്റ് ഭക്ഷണത്തിൽ നിന്നെല്ലാം കിട്ടും. പക്ഷെ omega-3 എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് കിട്ടുന്നതാണ്. അത് നമ്മൾ ഗുഡ് ഫാറ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഗുഡ് ഫാറ്റിന്റെ ഒക്കെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനാണ് അത് ബാധിക്കുന്നത്. അപ്പൊ ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുക, ആർട്ടിയോക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, നമ്മളുടെ രക്തക്കുഴലുകളുടെ ഘടന മാറിപ്പോവുക, രക്തക്കുഴലുകൾക്ക് സ്ട്രെങ്ത് അതല്ലെങ്കിൽ അതിന്റെ ആ ഒരു കട്ടി കൂടുക. ഇപ്പോ നമ്മൾ കുറെയൊക്കെ പത്രത്തിൽ വായിച്ചു, എന്താണ് വാക്സിനൊക്കെ 2ഉം 3ഉം ഒക്കെ എടുത്ത ആളുകൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും അതിന്റെ ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടു. ഈ ആർട്ടിയോക്ലീറോസിസ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുക, രക്തക്കുഴലുകൾക്ക് കട്ടിവെക്കുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം വാക്സിൻ ഒരു 2 പ്രാവശ്യം വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ ന്യൂട്രിമിറ്റ കഴിക്കുന്നത് നിർബന്ധമാണ്. കാരണം ഈ വാക്സിൻ ഇറക്കിയ ആളുകൾ തന്നെ എന്ത് പറഞ്ഞു, രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്, രക്തക്കുഴലുകൾ സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട്, കുഴഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്, പക്ഷാഘാതം വരാനുള്ള സാധ്യതയുണ്ട്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രിമിറ്റ എന്ന് പറയുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ്, ഞാൻ പറയുന്നത് ന്യൂട്രിമിറ്റ എന്നുള്ളതല്ല, നിങ്ങൾക്ക് നല്ല ന്യൂട്രീഷ്യൻസ് അവിടെ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇത് നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തണം. നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതിൽ കുറെ കെമിക്കലും കളറിങ്സും അഡിക്റ്റീവ്സും പ്രിസർവേറ്റീവ്സ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇപ്പൊ പലരും ബോഡി ബിൽഡിങ്ങിനൊക്കെ പോകും. ബോഡി ബിൽഡിങ്ങിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ സ്റ്റിറോയിഡ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ അതിന്റെ കുറെ പൗഡറുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ശരീരം മസിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യും. സ്വാഭാവികമായും ഇവർ വർക്കൗട്ടൊക്കെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അവർക്ക് നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മസിൽസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇതിനകത്ത് സോയ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അവൈലബിൾ ആണ്. ന്യൂട്രീഷ്യൻസ് മാത്രമല്ല, ഞാനത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇതൊരു നല്ല സപ്ലിമെന്റ് ആണ്. ഇപ്പോൾ എല്ലുകളുടെ ആരോഗ്യം, അതുപോലെ തന്നെ പല്ലുകളുടെ ആരോഗ്യം, ഇനി കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ന്യൂട്രിമിറ്റ എന്ന് പറയുന്നത്. ഇത് അനീമിക് കണ്ടീഷനുള്ള ആളുകൾക്ക്, അപ്പൊ ഞാനിത് കുറെ കാര്യങ്ങൾ, ന്യൂട്രീഷൻസ് എന്തിനാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പ്രോട്ടീൻ എന്തിനു വേണം, ഫൈബർ, ഇതിനകത്ത് ആവശ്യമുള്ള ഫൈബർ കണ്ടന്റുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇത് സപ്പോർട്ട് ചെയ്യണം. വിറ്റാമിൻസ്, മിനറൽസ്, അത്യാവശ്യം വിറ്റാമിൻ മിനറൽസ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഹെൽത്തി ഫാറ്റ്സ് അവൈലബിൾ ആണ്, പ്രോട്ടീൻ അവൈലബിൾ ആണ്. സോ എത്ര വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാം. ഞാൻ ഉപയോഗങ്ങളും കാര്യങ്ങളും പറയാം. ഞാനൊരു ആമുഖം എന്നുള്ള രൂപത്തിൽ ഇതിന്റെ എന്തിനെല്ലാം കാര്യങ്ങൾക്കെല്ലാം പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ സംസാരിച്ചു വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ പറയാം, ഇതെങ്ങനെ കൊടുക്കണം എന്ന് പറയാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. സോ അപ്പൊ നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ന്യൂട്രിമിറ്റ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സിമ്പിൾ ഒരു ഉൽപ്പന്നമല്ല. ഇത് നമ്മളുടെ ഓവറോൾ ബോഡി ഫങ്ഷനെ കറക്റ്റ് ചെയ്യാൻ, ഇപ്പോൾ നല്ല ന്യൂട്രീഷ്യൻസിന് തന്നെയാണ് നമുക്ക് കൃത്യമായി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പ്രിവെൻഷൻ ഉണ്ടാക്കി തരാൻ സാധിക്കുള്ളൂ. അതുകൂടാതെ ക്യാൻസർ, ട്യൂമർ പോലുള്ള സെല്ലുകളുടെ ഗ്രോത്തിനെ തടയാൻ ഇത് ബെസ്റ്റാണ്. ക്യാൻസർ കോശങ്ങൾ വളരുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ട്യൂമർ പോലുള്ള മുഴകൾ, ട്യൂമർ എന്ന് പറയുന്നത് മുഴകൾ, ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഗർഭപാത്രത്തിൽ മുഴ, അവിടെ മുഴ, ഇവിടെ മുഴ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതിലുള്ള ചില ഘടകങ്ങൾ ട്യൂമർ പോലുള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാൻ, അതല്ലെങ്കിൽ അതിനെ പ്രിവെൻഷൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ, കാൽസ്യത്തിന്റെ കുറവായിക്കോട്ടെ, അയേണിന്റെ കുറവായിക്കോട്ടെ, സോഡിയത്തിന്റെ കുറവായിക്കോട്ടെ. സോഡിയം കുറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. സോഡിയം കുറഞ്ഞു പോയാൽ എന്തെല്ലാം സംഭവിക്കും, ബ്രെയിൻ സംബന്ധമായ ഫംഗ്ഷന് വരെ അത് ബാധിക്കും. സോ അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫുഡ് സപ്ലിമെന്റ് ആണ് ന്യൂട്രിമിറ്റ എന്ന് പറയുന്നത്. ഇനിയും അപ്പോൾ ഓരോ ന്യൂട്രീഷ്യൻസും എന്താണ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്രത്തോളം കാര്യങ്ങൾ, നമുക്ക് നല്ല ഭക്ഷണം ആണ് നമ്മളുടെ ശരീരം എന്നത് മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശരീരത്തിന് എന്തെല്ലാം ഫങ്ഷൻസ് ഉണ്ടോ ആ ഫങ്ഷൻസിനെ ഒക്കെ ഇത് ബാധിക്കും.
എസ്പെഷ്യലി നമ്മളെ ബ്രെയിനിനെ ബാധിക്കും. നല്ല ബ്രെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിലാണ് സ്വാഭാവികമായും ഹോർമോൺ പ്രൊഡക്ഷൻസ് ഒക്കെ അത് ബ്രെയിനിൽ നിന്നാണ് ഇതിനൊക്കെ വേണ്ട സിഗ്നൽസ് എല്ലാം പോകുന്നത്. അപ്പൊ നല്ല ബ്രെയിൻ ഫംഗ്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല ന്യൂട്രീഷ്യൻസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടിഷ്യൂസ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ omega-3 പോലുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെ അത്യാവശ്യമാണ്. സോ എനിവേ ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫുഡ് സപ്ലിമെന്റ് ആണ് അയർ ന്യൂട്രിൻ വിറ്റ എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറയാം. 18ഓളം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത്. ധാന്യങ്ങൾ, പ്രത്യേകിച്ച് നവധാന്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. മില്ലറ്റ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തവിടിന്റെ എക്സ്ട്രാക്ഷൻ വരുന്നുണ്ട്. ഗോതമ്പ് ചെടിയുടെ ചെറിയ പ്രായത്തിലെടുക്കുന്ന ഇലയുടെ എക്സ്ട്രാക്ഷൻ വരുന്നുണ്ട്. നമ്മള് ചക്കക്കുരു എന്ന് പറയും, ജാക്ക് ഫ്രൂട്ട് സീഡ്, നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ വീണു പോകുന്ന സംഭവമാണ്. അതിന്റെ എക്സ്ട്രാക്ഷൻ വരുന്നുണ്ട്. കൂണിന്റെ എക്സ്ട്രാക്ഷൻ വരുന്നുണ്ട്. അതുകൂടാതെ അഡമൻ ക്രീപ്പേഴ്സ് എന്ന് പറയും, ചില നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന പടർന്നു കയറുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ അകത്തൊരു എക്സ്ട്രാക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. സോയാബീൻ അതിന്റെ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ 18ഓളം ഘടകങ്ങളാണ്. ചിക്ക് ബീൻസ്, അതുപോലെ തന്നെ ഗ്രീൻ ഗ്രാം, ഹോഴ്സ് ഗ്രാം, സിസം മീൻസ് എള്ളിന്റെ എക്സ്ട്രാക്ഷൻ വരുന്നുണ്ട്, ബ്ലാക്ക് സമ്മൻ വരുന്നുണ്ട്, കുമിൻ സീഡ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ചേർത്തിട്ടുള്ള 18ഓളം മൂലകങ്ങളുടെ എക്സ്ട്രാക്ഷൻ ആയിട്ടാണ് ഈ ഒരു ഫുഡ് സപ്ലിമെന്റ് വരുന്നത്, ന്യൂട്രീഷൻ സപ്ലിമെന്റ് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കുട്ടികളുടെ വളർച്ചയ്ക്കും ബ്രെയിൻ ഫംഗ്ഷൻ, മറവി രോഗങ്ങളുള്ള ആളുകൾ, അൽഷിമേഴ്സ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ, ക്യാൻസർ സെല്ലുകൾ ശരീരത്തിൽ വളരാതിരിക്കാൻ, ട്യൂമർ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ട്യൂമർ സെല്ലുകൾക്ക് ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ, അങ്ങനെ ന്യൂറോട്ടിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ, ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ. ഇനി ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് ആണ്. ഇന്ന് ധാരാളം ആളുകൾ ഓവർ വെയ്റ്റഡ് ആണ്, അല്ലെ? ഇപ്പൊ നമ്മളുടെ ശരീരത്തിന്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഒരു വെയിറ്റ് നോർമലി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് വെയിറ്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ കൺട്രോൾ ചെയ്ത് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നം. അപ്പൊ അതെങ്ങനെ വെയിറ്റ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 നേരം ന്യൂട്രിൻ വിറ്റ് എടുക്കുക. 2 നേരം ഭക്ഷണം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഭക്ഷണത്തിന് മുമ്പ് ചൂടുവെള്ളത്തിൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ന്യൂട്രിൻ വിറ്റ ഒരു 10 ഗ്രാം മിക്സ് ചെയ്യാം, അത് കഴിക്കുക. അതിൽ പഞ്ചസാരയോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് വണ്ണം കൂടുതലുള്ള ആളുകളാണെങ്കിൽ. ഈ പഞ്ചസാര പോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ഏറ്റവും നാച്ചുറൽ ആയിട്ട് തരും, നമ്മൾ അതിനകത്ത് കൊണ്ടുപോയി ഏറ്റവും കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. സോ അപ്പൊ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് ഇനി ന്യൂട്രിൻ വിറ്റ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെയിറ്റ് മാനേജ് ചെയ്യാം, തടി കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനിയും ചില ആളുകൾ വളരെ മെലിഞ്ഞിട്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില പെൺകുട്ടികളായിരിക്കും, അവർക്ക് കല്യാണം നടക്കാതിരിക്കുക, അതല്ലെങ്കിൽ ആൺകുട്ടികളായിരിക്കാം, വളരെ ശോഷിച്ച അവസ്ഥയാണ്. അത്തരം ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം, അവര് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് പാലിൽ ന്യൂട്രിൻ വിറ്റ മിക്സ് ചെയ്യുക, എന്നിട്ട് ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. അപ്പോൾ ഭക്ഷണവും കഴിക്കുക, ന്യൂട്രിൻ വിറ്റയും കഴിക്കുക. അവരുടെ ബോഡി മാസ് ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അവരുടെ മസിൽസിന്റെ ഒക്കെ ഗ്രോത്ത്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നല്ലൊരു വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് കൂടിയാണ് ആയുർ ന്യൂട്രിൻ വിറ്റ. തടി കൂട്ടാം, അതുപോലെ തന്നെ കുറക്കാം. പക്ഷെ രണ്ടിനും 2 മീഡിയനാണ്. മീൻസ് കുറക്കാനാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിനാണ് ഉപയോഗിക്കേണ്ടത്, ഭക്ഷണത്തിന് മുമ്പാണ്. കൂട്ടാനാണെങ്കിൽ പാലിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഭക്ഷണത്തിന് ശേഷമാണ്. ഇതാണ് അതിനകത്തുള്ള വ്യത്യാസം. അപ്പൊ തടി കൂടുകയും കുറയുകയും ചെയ്യും. ഇത് നേരെ ഓപ്പോസിറ്റ് ആയി പോയാൽ തടിയുള്ള ആൾ ഒന്നും കൂടി തടി വെക്കും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനിയും ഈ സപ്ലിമെന്റിൽ പൊട്ടാഷ്യത്തിന്റെ അളവ്, മീൻസ് പൊട്ടാഷ്യം കുറച്ച് അതിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രായമായ ആളുകളിൽ തന്നെ കിഡ്നി സംബന്ധമായി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾ, കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ കിഡ്നി സംബന്ധമായി പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അത് കൊടുക്കണ്ട. ഞാൻ ഇന്നലെ സംസാരിച്ച ആയുർ ഇംജനും
കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളോ അതല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് പറയുന്നത്. ഇനി ഇതേത് തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കും ന്യൂട്രിയം വിറ്റ എസെൻഷ്യൽ ആണ്. അതെന്തിനൊക്കെയാണ് അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയാം. ഇപ്പൊ ഡയബറ്റിക് ആണെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം ഷുഗർ എന്നുള്ള പ്രശ്നം വരുന്നതോടുകൂടി ഒരാളെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഭക്ഷണമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഭക്ഷണം കൺട്രോൾ ചെയ്ത് ജീവിച്ച് അവർ 10-20 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസി വരും, പോഷകാഹാര കുറവ് വരും. സ്വാഭാവികമായും അവരുടെ ശരീരത്തിൽ നടക്കേണ്ട പല ഫങ്ഷൻസും നടക്കാതെ വരും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഡയബറ്റിക് പ്രോബ്ലംസ് ഉള്ള ആളുകൾ അതിൽ നിന്നും റിവേഴ്സ് വരാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഉൽപ്പന്നമാണ് ന്യൂട്രിയം വിറ്റ. അപ്പൊ ന്യൂട്രിയം വിറ്റ മാത്രമല്ല, നമുക്ക് ഡിമിക്സ് ഉണ്ട്. അപ്പൊ ഡിമിക്സ് അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കണം. അത് മാത്രമല്ല, ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തത്തിൽ കറക്റ്റ് ചെയ്ത് വരണതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലിവ പിൽസ് അതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ LD മിക്സ് അല്ലെങ്കിൽ സൗണ്ടഡ് ഫ്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. LD മിക്സും സൗണ്ടഡ് ഫ്ലോയും രണ്ടും വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ട പൗഡർ ഫോമിലുള്ള 10 ഗ്രാം പൗഡർ 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കേണ്ടതാണ് LD മിക്സും സൗണ്ടഡ് ഫ്ലോയും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ 4 ഉൽപ്പന്നങ്ങളുടെ കോമ്പിനേഷനിൽ ഡയബറ്റിക് സംബന്ധമായ ഇഷ്യൂസ് ഉള്ള ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇനി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളൊന്നും അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം മരുന്നിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടല്ല ഇത് ഉപയോഗിക്കേണ്ടത്. ഇതെല്ലാം ഫുഡ് സപ്ലിമെന്റുകളാണ്, നാച്ചുറൽ സപ്ലിമെന്റുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരുന്നിനോടൊപ്പം ഉപയോഗിക്കുകയും 15ഓ 20ഓ ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അളവ് കുറക്കാനേ പാടുള്ളൂ. അങ്ങനെ സ്ലോലിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടുള്ളൂ, ഒറ്റയടിക്കല്ല. അതുപോലെ തന്നെ അനീമിക് കണ്ടീഷൻ ആണെങ്കിൽ ന്യൂട്രിയം വിറ്റയും ഹീമിയോ പ്ലസും കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അനീമിക് കണ്ടീഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വെയിറ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ന്യൂട്രിയം വിറ്റ, വെയിറ്റ് മാനേജ്മെന്റ് മീൻസ് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ന്യൂട്രിയം വിറ്റയോടൊപ്പം തന്നെ LD മിക്സും അതുപോലെ തന്നെ മാസ്റ്റർ ടീയും ഉപയോഗിക്കുകയാണെങ്കിൽ തടി പെട്ടെന്ന് കുറക്കാൻ സാധിക്കും. അതുപോലെ ജോയിന്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ന്യൂട്രിയം വിറ്റ, ഓർത്തോ ക്യാപ്പ്, കുർക്കുമ ലോങ്ക, ഹീമോ പ്ലസ്. ഇപ്പൊ ആർത്രൈറ്റിസ് പോലുള്ള ജോയിന്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ് ന്യൂട്രിയം വിറ്റ, ഓർത്തോ ക്യാപ്പ്, കുർക്കുമ ലോങ്ക, ഹീമോ പ്ലസ്. അതുകൂടാതെ ഹാർട്ടിന്റെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കേണ്ട മരുന്നുകളൊക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ ന്യൂട്രിയം വിറ്റ, അശ്വഗന്ധ, സൗണ്ടഡ് ഫ്ലോ, അതുപോലെ തന്നെ ഹീമിയോ പ്ലസ്. ഇനി ഹാർട്ട് സംബന്ധമായ ആളുകൾ കഴിക്കുമ്പോൾ സൗണ്ടഡ് ഫ്ലോ, അവര് ആസ്പിരിൻ പോലുള്ള, എക്കോസ്പിരിൻ പോലുള്ള ഗുളിക കഴിക്കുന്ന ആളുകളാണെങ്കിൽ സൗണ്ടഡ് ഫ്ലോ അവിടെ ഉപയോഗിക്കണമെന്നില്ല. ബാക്കി 3 ഉൽപ്പന്നങ്ങളും അവർക്ക് ഉപയോഗിക്കാം. ഇനി ഒരാൾക്ക് കുട്ടികളില്ലാത്ത കേസിലാണെങ്കിൽ സ്വാഭാവികമായും ന്യൂട്രീഷ്യൻസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും ഇനിയിപ്പോ കുട്ടികളില്ലാത്ത കേസ് പോട്ടെ, ഇനി കുട്ടികൾ ഉണ്ടാവാൻ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവര് കഴിക്കേണ്ട, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ ഉള്ള ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അപ്പൊ നേരത്തെ ആരോ ചോദിച്ചു ഇത് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടാനാണ് അമ്മ കഴിക്കണം എന്ന് പറഞ്ഞത്. ഇനി കുട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2-2.5 വയസ്സ് വരെയൊക്കെ അമ്മ പാല് കൊടുക്കും. അപ്പോൾ അപ്പോഴും അമ്മക്ക് കഴിക്കാം, കാരണം ആ കുട്ടിക്ക് കിട്ടാനാണ്. പിന്നെ ഇത് കുട്ടി സ്വയമായിട്ട് കഴിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് കുറുക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയം, ഇപ്പോൾ കുട്ടികൾക്ക് പുല്ല്, കുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രായം വരുമ്പോൾ നമ്മൾ കുറച്ച് പാലിലൊക്കെ മിക്സ് ചെയ്ത് കുറുക്കി അവർക്ക് പതുക്കെ വായിൽ വെച്ച് കൊടുക്കാം. അപ്പൊ അത്രയും പ്രായത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 വയസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ ഒരു 2-2.5 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് പാല് കുടി നിർത്തിയതിന് ശേഷം 60ഓ 70ഓ വയസ്സുള്ള പ്രായമുള്ള ആൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ സപ്ലിമെന്റ് ഉള്ളത്. അപ്പൊ ഇനി ഇൻഫെർട്ടിലിറ്റി ആണെന്ന് വിചാരിക്കുക, ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല, അവർക്കുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയം വിറ്റയും
ഇംജനും അശ്വഗന്ധയും മാസ്റ്റർ ടീ ഓർ E2. അപ്പോൾ ആണ് മാസ്റ്റർ ടീ ഉപയോഗിക്കുക, പെണ്ണ് E2 ഉപയോഗിക്കുക. ഈ രീതിയിൽ രണ്ടുപേരും ഈ ഒരു കോമ്പിനേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി ബോഡി മാസ് അതുപോലെ തന്നെ എനർജി കുറച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ന്യൂട്രിൻവിറ്റ, ഇംജൻ, മാസ്റ്റർ ടീ. അതുകൂടാതെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ന്യൂട്രിൻവിറ്റ, ഇംജൻ, ലിവാപിൽ, ഈമോപ്ലസ്. ഇനി ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അത്തരം ഹോണ്ടിങ്ടോൺ ഡിസീസസ്, ചില സൈക്കാട്രിക് പ്രോബ്ലംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ സംബന്ധമായിട്ടുള്ള നെർവസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ന്യൂട്രീഷ്യൻസ് വളരെയധികം എഫക്റ്റീവ് ആണ്. അപ്പോൾ അവിടെ ന്യൂട്രിൻവിറ്റ അതിൻ്റെ ഒരു കോമ്പിനേഷൻ സപ്ലിമെന്റ് വരുന്നത് ആയുർമൗദ്, അതുകൂടാതെ ഇംജൻ അതല്ലെങ്കിൽ റിവൈറ്റലൈസർ, ഇതിലേതെങ്കിലും ഒന്നെടുത്താൽ മതി. ഇംജനോ റിവൈറ്റലൈസറോ ഏതെങ്കിലും ഒന്നെടുക്കുക. ഇനി ട്യൂമർ പോലുള്ള കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ന്യൂട്രിൻവിറ്റ നല്ലൊരു സൊല്യൂഷൻ ആണ്. അതുകൂടാതെ കരിഞ്ജീരകം, ഈമിയോപ്ലസ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാം. എയർഫാൾ അതല്ലെങ്കിൽ ഡാൻഡ്രഫ്, മുടി കൊഴിഞ്ഞു പോവുക, മുടി പൊട്ടിപ്പോവുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും പോഷകത്തിന്റെ കുറവ് കൊണ്ടും അതുപോലെ തന്നെ മീൻസ് എന്താണ്, മുടി കൊഴിഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു പരിധി വരെയും ഡ്രൈനെസ്സും അതുകൂടാതെ ഈ പറയുന്ന പ്രോട്ടീന്റെ കുറവ് കൊണ്ടൊക്കെയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രിൻവിറ്റ, കരിഞ്ജീരകം, ഈമിയോപ്ലസ് ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം, കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ കഴിക്കുക. അതുകൂടാതെ ഇനിയിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവർക്ക് മുലപ്പാൽ വർദ്ധിക്കാനാണെന്നെങ്കിൽ ന്യൂട്രിൻവിറ്റയും അതുപോലെ തന്നെ കരിഞ്ജീരകവും ഹീമോപ്ലസും കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മുടി കൊഴിച്ചിലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ന്യൂട്രീഷൻസ് എല്ലാം മറ്റു പല സ്ഥലങ്ങളിലേക്കും, ഇപ്പോൾ ബ്രെയിൻ ഫംഗ്ഷൻ കറക്റ്റ് ആവും. ഇപ്പോൾ ഒരു കുട്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഫംഗ്ഷൻ അതല്ലെങ്കിൽ അവരുടെ ബോഡി ഗ്രോത്ത് ഒക്കെ കറക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടത് ന്യൂട്രിൻവിറ്റ, ബ്രഹ്മിവിറ്റ, ഇംജൻ ഓർ റിവൈറ്റലൈസർ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഈ ഒരു സപ്ലിമെന്റിന്റെ ധാരാളം കോമ്പിനേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എനിവേ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ന്യൂട്രിൻവിറ്റ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാര സംഭവമല്ല. അതൊരു ബെസ്റ്റ് ന്യൂട്രീഷണൽ ഡയറ്റ് സപ്ലിമെന്റ് ആണ്. സോ അപ്പൊ എല്ലാവരും ന്യൂട്രിൻവിറ്റ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് പാലിലോ അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കഴിക്കുക. ഇതിന്റെ ഉപയോഗം എത്രയാണെന്ന് പറയാം. ഇത് ഉപയോഗിക്കേണ്ടത് ഒരു 10 ഗ്രാം പൗഡർ. ഇപ്പോൾ കോമ്പിനേഷനിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം ഒരു 10 ഗ്രാം ഒക്കെ ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ന്യൂട്രിൻവിറ്റ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഒരു 2 നേരമൊക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവര് മറ്റു ഭക്ഷണങ്ങൾ കഴിച്ചാൽ കൂടുതൽ അവർക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പം അരി മാറ്റി ഗോതമ്പാക്കിയാലും ഒക്കെ കുറച്ച് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് സമയത്ത് ആ ഒരു ഡ്യൂറേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെയൊക്കെ എന്ത് ചെയ്യാം, 2 നേരവും ന്യൂട്രിൻവിറ്റ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ രാവിലെയൊക്കെ പെട്ടെന്ന് ധൃതി പിടിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഭക്ഷണം കഴിക്കാതെ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ഗ്ലാസ് പാലിൽ കലക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. അവരുടെ ബ്രെയിൻ ഫംഗ്ഷൻ കറക്റ്റ് ആവും. അവർക്ക് സ്കൂളിൽ നല്ല പെർഫോമൻസ് ഉണ്ടാവും. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കണം. 10 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ. അത് 2 നേരം ന്യൂട്രിൻവിറ്റ മാത്രമാണെങ്കിൽ ഉപയോഗിക്കും. കോമ്പിനേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഒരു നേരമൊക്കെ ഉപയോഗിച്ചാലും മതിയാവും. സോ കിഡ്നി സംബന്ധമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ന്യൂട്രിൻവിറ്റ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ എനിവേ, നമുക്ക് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ഒരു വരദാനമാണ്. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ വഴി കിട്ടിയിരിക്കുന്ന ഈ ഒരു ഉൽപ്പന്നം നിങ്ങളുടെ ഏത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആ ഇഷ്യൂസിനൊക്കെ സോൾവ് ചെയ്ത് വരാൻ നമുക്ക് നല്ല ഒരു ഹെൽത്ത് തരാൻ കഴിയുന്ന, നല്ലൊരു ഇമ്മ്യൂണിറ്റി തരാൻ കഴിയുന്ന, നല്ലൊരു ഗ്രോത്ത് തരാൻ കഴിയുന്ന, നല്ല ബാലൻസ്ഡ് ബ്രെയിൻ തരാൻ കഴിയുന്ന, നല്ല അടുത്ത ജനറേഷൻ തരാൻ കഴിയുന്ന, നല്ല ബോൺസ് തരാൻ കഴിയുന്ന, എല്ലുകളുടെ ആരോഗ്യം, പല്ലുകളുടെ ആരോഗ്യം ഒക്കെ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് തരാൻ കഴിയുന്ന ഏറ്റവും നല്ല ഫുഡ് സപ്ലിമെന്റ് ആണ് ആയുർ ന്യൂട്രിൻവിറ്റ. സോ എല്ലാവരും അത് ട്രൈ ചെയ്യുക, ഉപയോഗിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.
കുറച്ച് മെസ്സേജുകൾ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെന്റ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. അതിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി സമയം 9:15 ആയി. ഇനി ചോദ്യം മിക്കവാറും ചോദ്യങ്ങൾ ഞാൻ കാണുന്നതിനനുസരിച്ച് അതിനോടുള്ള ആൻസറുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഹെയർ ഫോളിന് സെയിം തന്നെയാണ്. ഇപ്പൊ എത്ര ദിവസം വരെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ആയുർ ന്യൂട്രിയം വിറ്റ എന്ന് പറയുന്നത് ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം നമ്മൾ ജീവിച്ചിരിക്കുന്നത് വരെ കഴിക്കുന്ന ആളുകളാണ്. അപ്പൊ അത് കോമ്പിനേഷനിലൊക്കെ എടുക്കുന്നത് നിങ്ങളൊരു 90 days ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മതിയാവും. പക്ഷെ നോർമലി ഇനിയിപ്പോ 10 gram കഴിച്ചില്ലെങ്കിലും 10 gram ഒക്കെ വെച്ചിട്ട് 2 നേരം നിങ്ങളൊരു 3 മാസം കഴിച്ചതിന് ശേഷം വളരെ മൈന്യൂട്ട് ആയിട്ടാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഈ പോഷകം ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. നമുക്ക് ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ഒന്നുകൂടി വ്യക്തമാക്കണം. ആയുർ ന്യൂട്രിയം വിറ്റ, ഇംജൻ, മാസ്റ്റർ ടി ഓർ E2. മാസ്റ്റർ ടി പുരുഷനും E2 സ്ത്രീക്കും, ഒപ്പം അശ്വഗന്ധ. ഇത് 4 അതിന്റെ കോമ്പിനേഷൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ. അപ്പോ ഇത്രയും വളരെ വ്യക്തമായിട്ട് അല്ലെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ സാറിനെ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നാളെയും ഇതുപോലെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും കൃത്യമായിട്ട് ന്യൂട്രിവിറ്റ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആയുർ ന്യൂട്രിവിറ്റ കൊണ്ട് നമ്മുടെ ആയുർ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും ആയുർ കൊണ്ട് ആരോഗ്യമായിട്ട് ജീവിക്കാനും പറ്റും. അപ്പോ താങ്ക് യു ആൾ. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും.